സ്നാപ്ചാറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ 𝗙𝗪𝗏 വെൽക്കം ടു മൈ ചാനൽ. സ്നാപ്ചാറ്റ് ആദ്യമായി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേസിക്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ക്യാമറയിലേക്കാണ് ഈ ആപ്പ് പോവുക. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയോ അതല്ലെങ്കിൽ ക്യാമറ ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ എടുത്തതിന് ശേഷം ഈ ഫോട്ടോയിലേക്കോ വീഡിയോയിലേക്കോ നമുക്ക് വേണ്ട ഫിൽറ്റേഴ്സും ലെൻസുകളും അതേപോലെ ബിറ്റ്മോജികളും ആഡ് ചെയ്ത് മനോഹരമാക്കി സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അയക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ് സ്നാപ്ചാറ്റ്. ഫൺ എഫക്ട്സുകളും ബിറ്റ്മോജികളും ആഡ് ചെയ്തുകൊണ്ട് ഒരേ സമയം 16 സുഹൃത്തുക്കളോട് വീഡിയോ കോളിംഗ് ചെയ്യാൻ സൗകര്യമുള്ള സ്നാപ്ചാറ്റിൽ സ്റ്റോറി ഷെയറിങ്ങും അതേപോലെ ഗ്രൂപ്പ് സ്റ്റോറി ഷെയറിങ്ങും ലഭ്യമാണ്. സ്നാപ്പ് മാപ്പിങ്ങിലൂടെ നമ്മുടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും സ്നാപ്ചാറ്റ് വഴി സാധിക്കും. 1 മുതൽ 10 സെക്കൻഡുകൾ വരെയോ അതല്ലെങ്കിൽ 24 മണിക്കൂറോ സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് സ്നാപ്പുകൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. ഈ സമയക്രമം അവസാനിക്കുന്നതോടെ നമ്മുടെ സ്നാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസപ്പിയർ ആവും. പ്രൈവസിക്ക് ഏറെ പ്രാധാന്യമുണ്ടെങ്കിലും സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ സ്നാപ്പുകൾ മറ്റുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും അതേപോലെ മറ്റ് മൊബൈലുകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ്. സ്നാപ്ചാറ്റിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, നമുക്ക് വളരെ ക്വിക്കായിട്ട് ഈ ആപ്പിനൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ സ്നാപ്ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ക്യാമറ ഓൺ ചെയ്യുമ്പോഴുള്ള അതേ ഒരു സ്ക്രീനാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണ് ഇതിലെടുക്കുകയെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് ടോപ്പിൽ കാണാം ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വരും. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഫോട്ടോയിൽ ഇവിടെ നമ്മുടെ ഒരു ബിറ്റ്മോജി ഉണ്ടാക്കി വെക്കാവുന്നതാണ്. പിന്നെ അതിന് താഴെ നമുക്ക് നമ്മുടെ പേര് കാണിക്കും. അതിന് താഴെയായിട്ട് നമ്മുടെ യൂസർ നെയിം കാണിക്കും. നമ്മുടെ പേര് നമുക്ക് പലതവണ മാറ്റാൻ സാധിക്കും. പക്ഷേ ഈ കാണുന്ന യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. പിന്നെ ഈ റൈറ്റ് ടോപ്പിൽ കാണുന്ന റെഡ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ ആഡ് മൈ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോറി ആഡ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റ് മൈ ബിറ്റ്മോജി ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിറ്റ്മോജി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അത് നമുക്കിന്ന് ചൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ താഴെ കാണാം ഒരുപാട് മറ്റുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്, ബ്യൂട്ടി ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് വരുംതോറും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഐ ഷേപ്പ്, പിന്നെ ഐ സൈസ്, ഐ സ്പേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ കളർ എല്ലാം നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതൊക്കെ തന്നെയാണ് സ്നാപ്ചാറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് ഒരുപാട് ആനിമേറ്റഡ് ഫിൽറ്റേഴ്സ് ഈ ആപ്പിൽ അവൈലബിൾ ആണ് കമ്പയറിങ് ടു എനി അതർ ആപ്പ്. അപ്പം നമുക്കിവിടെ ഒരു ബിറ്റ്മോജി ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് സേവ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ബോട്ടംസും പിന്നെ ടോപ്സും ഒക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫുട്വെയർ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബിറ്റ്മോജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് സേവ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിറ്റ്മോജി അവിടെ വന്നു കഴിഞ്ഞു. കാണുന്നില്ലേ? അത് കുറച്ചുകൂടെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടിയൊക്കെ മനോഹരമാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ള നമ്മുടെ ഒരു ആഡ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അവർ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം താഴോട്ട് വരുംതോറും നിങ്ങൾക്ക് ബിറ്റ്മോജി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ സ്നാപ്ചാറ്റിൽ മറ്റൊരു ഫെസിലിറ്റിയാണ് സ്നാപ്പ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വാട്സപ്പിലൊക്കെ പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഗോസ്റ്റ് മോഡ് എന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ ലൊക്കേഷൻ ഷെയറിങ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം. നമ്മൾ ഏത് ലൊക്കേഷനാണോ ചൂസ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റാറ്റസ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പം പിന്നെ അത് ആരൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് വിസിബിൾ ആയിരിക്കണം അതും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോസ്റ്റ് മോഡിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആദ്യം വരുന്ന കുറച്ച് നമ്മുടെ പ്രൊഫൈലിൽ വരുന്ന ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ സ്ക്രീന് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇവിടെ സ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാം നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയാണ് ഇപ്പം ഞാൻ സ്നാപ്ചാറ്റിലെ ബാക്ക് ക്യാമറയിലൂടെയുള്ള വിഷ്വൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഇതേപോലെ സ്വിച്ച് ആവും. പിന്നെ നമുക്ക് ഇവിടെ കാണാം താഴെ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇത് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് മൂവി ക്രിയേഷനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവി ക്രിയേഷനുള്ള ഓപ്ഷൻ ഉണ്ട് വിത്ത് മ്യൂസിക്. കണ്ടില്ലേ, വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഇതിൽ ഇതേപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഒരല്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഫിൽറ്റേഴ്സാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്നാപ്പ് എടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പം ഞാനൊരു സ്നാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഞാനിതിലൊരു സ്നാപ്പ് എടുത്തു കഴിഞ്ഞു. ഇത് നമ്മൾ ഇനി ലെഫ്റ്റിലേക്ക് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളെടുത്ത ഇമേജിൽ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് വന്നു. അതേപോലെ നമുക്കിതിൽ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ടൈം ആഡ് ചെയ്യാം, ലൊക്കേഷൻ ആഡ് ചെയ്യാം, പിന്നെ ഏത് ദിവസമാണെന്നുള്ള ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ലൊക്കേഷൻ ആഡ് ചെയ്യാം. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളിലൊന്ന്. സ്നാപ്ചാറ്റ് പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്നാപ്പുകൾ ഷെയർ ചെയ്യാനാണ്. നമുക്ക് എങ്ങനെയാണ് സ്നാപ്പ് എടുക്കാൻ കഴിയുക ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്നാപ്പ് എടുക്കുന്നതിന് നമ്മൾ യൂഷ്വലി ക്യാമറയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു സ്നാപ്പ് എടുത്തു കഴിഞ്ഞു. ഇനി മറ്റുള്ള ആപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ സ്നാപ്പിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഈ വലതുഭാഗത്തായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോഴത്തെ ഈ സ്നാപ്പിലേക്ക് എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്തിട്ടുള്ള ആ ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനൊക്കെ സാധിക്കും. മാത്രമല്ല നമുക്കതിൻ്റെ സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ സ്മാർട്ട് ഫോണുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് അത് ഈസി ആയിട്ട് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ സൈസ് വേണമെങ്കിൽ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കും. പിന്നെ അതിന് താഴെ നമുക്ക് മറ്റൊരു സിമ്പിൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഈ ഒരു സ്നാപ്പിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് കളറൊക്കെ വേണമെങ്കിൽ മാറ്റാനൊക്കെ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് സാധാരണ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ ഷെയറിങ്, അതേപോലെ നമ്മുടെ ടൈം ഷെയറിങ്, അതേപോലെ ടെമ്പറേച്ചർ ഷെയറിങ്, അങ്ങനെ നമുക്ക് സ്നാപ്ചാറ്റിൻ്റെ ലോഗോ ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരുപാട് നമ്മുടെ ഈ സ്നാപ്പിൽ നമുക്ക് ലിങ്ക് ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് യൂട്യൂബ് ലിങ്കൊക്കെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ലിങ്കുകൾ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഇപ്പം നേരത്തെ എടുത്ത സ്നാപ്പുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി സ്നാപ്ചാറ്റിലുണ്ട്. പിന്നെ ഏറ്റവും ഇതിന് താഴെയായിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷന്. ഇതാണ് സ്നാപ്ചാറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷന്. ഈ കാണുന്ന ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്നാപ്പ് നമ്മൾ ആരുമായിട്ടാണോ ഷെയർ ചെയ്യുന്നത് അവർക്ക് എത്ര സമയം വരെ അവർക്ക് ഈ സ്നാപ്പ് കാണിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ 1, 2, 3 ഇങ്ങനെ ഡിജിറ്റ് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഈ സ്നാപ്പ് ഓപ്പൺ ചെയ്യുമ്പം അവർക്ക് 3 സെക്കൻഡ് മാത്രമേ ഈ സ്നാപ്പ് കാണാൻ സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എത്ര സമയമാണോ അവർക്ക് കാണാൻ നിങ്ങൾ ടൈം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് മറ്റൊരു സിമ്പിൾ കാണാൻ കഴിയും. ഈ ഒരു സിമ്പിൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം നോ ലിമിറ്റ് എന്ന് പറയുമ്പം ഈ സ്നാപ്പ് നമുക്ക് 24 hours വരെ മറ്റുള്ള ആൾക്കാർക്ക് വിസിബിൾ ആയിരിക്കും. നമ്മൾ ആരുമായിട്ടാണോ ഷെയർ ചെയ്യുന്നത് അവർക്ക് 24 hours ഈ സ്നാപ്പ് വിസിബിൾ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്നാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഇതാണ്.
പിന്നെ ഇത് നമുക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആദ്യം വരുന്നത് മൈ സ്റ്റോറി എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതോടുകൂടി അത് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകും. അവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഇത് പബ്ലിക് സ്റ്റോറി ഷെയറിംഗ് ആണ്. അത് ലൊക്കേഷൻ ബേസ്ഡൊക്കെ ആയിട്ടാണ് ആ സ്റ്റോറീസ് ഷെയറിങ്. അത് നമ്മൾ പബ്ലിക്കായിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലെയാണത്. അത് ആർക്കും നമ്മുടെ ലൊക്കേഷൻ ബേസ്ഡായിട്ട് കാണാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് സ്റ്റോറി ഒരാളുമായിട്ട് പ്രൈവറ്റായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ പേഴ്സണ് നിങ്ങൾക്ക് പ്രൈവറ്റ് അയാൾക്ക് മാത്രമായിട്ട് സ്റ്റോറി ഷെയർ ചെയ്യാനും സ്നാപ്ചാറ്റിലൂടെ സാധിക്കും. മാത്രമല്ല നമ്മളിവിടെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സ്നാപ്പ് ഒരുപാട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഈ സ്നാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നേരിട്ട് സ്റ്റോറി ഷെയറിങ്ങിനുള്ള മറ്റൊരു ഓപ്ഷൻ അതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിലൂടെ ഫോട്ടോ മാത്രമല്ല, ഞാൻ നേരത്തെ എടുത്ത സ്നാപ്പ് ഞാനിവിടെ ഡിസ്കാർഡ് ചെയ്യുകയാണ്. അപ്പം ഇതിൽ നമുക്ക് മറ്റൊരു സവിശേഷത, ഇതിൽ നമുക്ക് വീഡിയോ ഷെയറിങ്ങും അവൈലബിൾ ആണ്. അത് റീസെൻ്റ്ലി സ്നാപ്ചാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കിതിൽ വീഡിയോ റെക്കോർഡിങ്ങിനായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റൊരു കാര്യം, നമുക്ക് സ്നാപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഗ്യാലറിയിലുള്ള ക്യാമറ റോൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിൽ നിന്നുള്ള ഫോട്ടോ ആഡ് ചെയ്യാനായിട്ടും ഇതിൽ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ അങ്ങനെയും സാധിക്കും. അപ്പം ഇതിൽ നമ്മൾ വീഡിയോയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ക്യാമറ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്യുന്നതോടുകൂടി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ലോങ് പ്രസ് ചെയ്യുന്നതോടുകൂടി വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് 10 സെക്കൻഡ് വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് വെക്കുന്നതോടുകൂടി അൺലിമിറ്റഡ് ടൈം അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ സൗണ്ട് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീഡിയോയുടെ സൗണ്ട് ഞാൻ ഡിസേബിൾ ചെയ്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്കിതിൽ നേരത്തെ സ്നാപ്പ് എഡിറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിതിൽ എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്കിതേപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇപ്പോൾ എടുത്ത വീഡിയോയിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് ടെക്സ്റ്റൊക്കെ റീസൈസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ ഈ വീഡിയോയുടെ മുകളിൽ എന്ത് വേണമെങ്കിലും എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു സ്നാപ്പ് ടൈം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. ടൈം ചൂസ് ചെയ്യല്ല ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ ഒരു 1 എന്നുള്ളൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ ലൂപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലൂപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഒരാൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാനുള്ള ഒരു ചോയ്സാണത്. നമ്മൾ ലൂപ്പ് സെലക്ട് ചെയ്യുമ്പം ഈ വീഡിയോ നമ്മുടെ ആരുമായിട്ടോ ഷെയർ ചെയ്യുന്നത് അവർക്ക് പലതവണ ഇത് കാണാൻ സാധിക്കും. ഐ തിങ്ക് മാക്സിമം 24 hours. പിന്നെ മറ്റൊന്ന് പ്ലേ വൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ ആൾക്ക് ഈ വീഡിയോ ഒരൊറ്റ തവണ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഒരു തവണ ആൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ. പിന്നെ നമുക്ക് ഇതിൽ താഴെ കാണാനായിട്ട് മറ്റൊരു ഓപ്ഷൻ സാധിക്കും. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റോറിയിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്നാപ്ചാറ്റിൽ മറ്റുള്ള ആപ്പുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രൈവസി കിട്ടുന്ന ഒരു ആപ്പാണ്. അതായത് നമുക്ക് ഒരു പേഴ്സണൽ കോണ്ടാക്റ്റുമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതേപോലെ നമുക്ക് ഒരു തവണ മാത്രം അവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. പലപ്പോഴും ഇത് ഒരുപാട് പേരൻസിനൊക്കെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണത്. കാരണം ഒരു 16 ഏജ് ബിലോ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്നാപ്പ് ഇതുവഴി ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനും അതല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഫോണിലൂടെ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പം നിങ്ങൾ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത്
വളരെയധികം കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ സ്നാപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന് താഴെയായിട്ട് കുറച്ച് അനിമേറ്റഡ് ഫിൽറ്റേഴ്സ് കൂടെ നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരുപാട് കണ്ടില്ലേ, അനിമേറ്റഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ്. അപ്പം നമുക്ക് ഈ അനിമേറ്റഡ് ഫിൽറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഇമേജസ് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ആ ഇമേജ് നമ്മുടെ ക്യാമറയിലേക്ക് സേവ് ചെയ്യാം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു ആപ്പ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുമ്പം ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് സ്നാപ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്നാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സ്നാപ്ചാറ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.